ഹായ് വെൽക്കം ടു ലാബ് ലേണിംഗ്. സോ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ പല സ്കില്ലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന കുറച്ചുകൂടി കാര്യങ്ങൾ, അതായത് സെല്ലിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ ആണ് നമ്മൾ പറഞ്ഞത്. അതിന് വേണ്ട സ്കില്ലുകളും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് തന്നെ സ്പേസ്, മൂവ്മെൻറ്റ്സ്, ഐ കോണ്ടാക്ട്സ് ആൻഡ് പോസ്റ്റേഴ്സ്. നമുക്കറിയാം എന്താണെന്നുള്ളതൊക്കെ അല്ലേ. നമ്മൾ ബോഡി ലാംഗ്വേജ് നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മൾ സെയിൽസ് ഡെമോൺസ്ട്രേഷൻ ചെയ്തു, സെയിൽസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു, അതുപോലെ സെയിൽസ് പ്രസൻറ്റേഷൻ ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്യുന്ന, നമ്മൾ ഏത് പോസ്റ്ററിലാണ് നിൽക്കുന്നത്, ഐ കോണ്ടാക്ട്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ നമ്മളത് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫേസ്റ്റ് വൺ ബോഡി ലാംഗ്വേജ് ആണ്, അതിൻ്റെ ഫണ്ടമെന്റൽസ്. ഫേസ്റ്റ് വൺ സ്പേസ് ആണ്. എന്ത് സ്പേസ് ആണ്? വാട്ട് ഈസ് പ്രോക്സിമിക്സ് എന്ന് പറഞ്ഞത് എന്താണത്? ആക്ച്വലി ഒരു സ്റ്റഡിയാണ്. നമ്മൾ അടുത്ത ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി അടുത്തായിരിക്കും നിൽക്കുന്നുണ്ടാവും അല്ലേ. നമുക്ക് വലിയ പരിചയമില്ലാത്ത ആളുകളുമായിട്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അത്യാവശ്യം ഡിസ്റ്റൻസ് വിട്ടല്ലേ നിൽക്കുന്നത്. നമ്മളൊരു സെയിൽസ് എന്നുള്ള രൂപത്തിൽ നമ്മൾ അവരെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, പറ്റ ഡിസ്റ്റൻസ് വിട്ട് നിൽക്കണോ, പറ്റ അടുത്ത് നിൽക്കണോ, അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. എന്താ പറയുന്നത് ശ്രദ്ധിക്കൂ. റെസ്പെക്ട് ക്ലയൻസ് പേഴ്സണൽ സ്പേസ്, യൂസ് ഓപ്പൺ ബോഡി പോസ്റ്റർ എന്ന് പറഞ്ഞത്. അതായത് അവർക്ക് അവരുടേതായ ഒരു പേഴ്സണൽ സ്പേസ് കൊടുത്തിട്ട് വേണം നമ്മൾ സംസാരിക്കാം. ഒരു അത്യാവശ്യം സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് മൂവ്മെന്റ്സ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാവും. വിൽ ടെൽ ദാറ്റ്. ആൻഡ് സെക്കൻഡ് വൺ ആണ് മൂവ്മെന്റ്സ്. യൂസ് പേർപ്പസ്ഫുൾ ഗസ്റ്റേഴ്സ്, അവോയ്ഡ് ഫിഡ്ജറ്റിംഗ് ആൻഡ് ക്രോസ് ആർമിംഗ് എന്ന് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? എന്താ ഫിഡ്ജറ്റ്? ഞാൻ അവിടെ ചെന്നിട്ട് ഞാനിങ്ങനെ വിരലിങ്ങനെ ഞൊടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അല്ലെ ഇതേപോലത്തെ ഗസ്റ്റേഴ്സൊക്കെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവർക്ക് തോന്നും ഓ ഇവൻ നെർവസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. അതേപോലെ തന്നെ ക്രോസിങ് ആംസ്, ഞാനിങ്ങനെ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു ഡിഫെൻസീവ് പൊസിഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ദേ വിൽ ഫീൽ. അപ്പോൾ ആ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ അതിനനുസരിച്ച് അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കോൺഫിഡൻ്റ് ആണ്, അവർ സ്വീകരിക്കുന്ന രൂപത്തിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഐ കോണ്ടാക്ട്. റെഗുലർ ബട്ട് നോട്ട് സ്റ്റെയറിംഗ് എന്നാണ് പറഞ്ഞത്. നമ്മൾ അവർക്ക് ഐ കോണ്ടാക്ട് ഉണ്ടെന്നുകൊണ്ട് റെഗുലർ അവരെ കണ്ട് ഇങ്ങനെ തുറച്ചു നോക്കണം എന്നാണോ? നോ, ഇറ്റ്സ് നോട്ട്. നമ്മൾ അവരെ റെഗുലറായിട്ട് എപ്പോൾ ഐ കോണ്ടാക്ട് ഉണ്ടാക്കണം, പക്ഷേ നോട്ട് സ്റ്റെയറിങ്. അവരെ അങ്ങനെ തുറപ്പിച്ച് നോക്കുന്ന പോലെ ഒന്നും അവർക്ക് ഫീൽ ചെയ്യരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡെമോൺസ്ട്രേറ്റ് കോൺഫിഡൻസ് ആൻഡ് അറ്റൻഷൻ. സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ഐ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഹീസ് കോൺഫിഡൻറ്റ്, വാട്ട് എവർ ഹീസ് ടെല്ലിങ് ഹീസ് കോൺഫിഡൻറ്റ്. നമ്മൾ പറയുന്ന കാര്യത്തിൽ അവൻ തന്നെ വ്യക്തത ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. ഐ കോണ്ടാക്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫോർത്ത് വൺ പോസ്റ്റർ ആണ്. സിറ്റ് ഓർ സ്റ്റാൻഡ് അപ്പ് സ്ട്രൈറ്റ്, ലീൻ സ്ലൈറ്റ്ലി ഫോർവേഡ് ടു ഷോ ഇൻട്രസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഞാൻ അത്യാവശ്യം യെസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അടുത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു സ്ലൈറ്റ്ലി മൂവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യും, അവർ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് അവർക്ക് തോന്നുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ ഇതൊക്കെ സട്ടിൽ കാര്യങ്ങളാണ്, ബട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ പറയാതെ നോൺ വേർബലി ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇപ്പം ഞാനത് ചിലപ്പോൾ പറഞ്ഞോളണമെന്നില്ല, പക്ഷേ ഞാൻ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന സമയത്ത് യു വിൽ ഫീൽ ദാറ്റ് കോൺഫിഡൻസ് അല്ലേ. ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഫീൽ ചെയ്യണം. ഇതൊക്കെ സെയിൽസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. സോ പോസ്റ്റർ എന്ന് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് എന്നുള്ളൊരു നമ്മൾ എന്ത് ചെയ്യണം, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണമെന്ന്. ആൻഡ് ഫിഫ്ത്ത് വൺ ആണ് കൾച്ചർ നോൺസ് എന്ന് പറയുന്നത്. എന്താണ് ഇത് പറയുന്നത്? അതായത് ഇതിൽ നമ്മൾ പല ആളുകൾ ചെല്ലുമ്പോൾ പല ആളുകളും പല 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 എന്തുണ്ടാവും, ഡിഫറെൻറ്റ് കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് വളരെ ചെറിയ, ഇപ്പോൾ നമ്മൾ സെയിൽസിന് ചെല്ലുമ്പോൾ എന്താണ് നമ്മൾ വിൽക്കുകയാണ്, പക്ഷേ എന്തുണ്ടാവും, ഭയങ്കര സട്ടിലായിട്ടുള്ള പല ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൾച്ചറിൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അഡാപ്റ്റ് ഗസ്റ്റേഴ്സ് സ്പേസ് ബേസ്ഡ് ഓൺ ക്ലയൻസ് ബാക്ക്ഗ്രൗണ്ട്. ചില ആളുകൾക്ക് എന്താ പറയുക, അത്ര അടുത്തെന്ന് പറയുന്നത് ഇഷ്ടമാവുന്നുണ്ടാവില്ല. ചില ആളുകൾക്ക് കുറേ ഭയങ്കര വിട്ടുനിന്ന് സംസാരിക്കുന്നവർ, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് ഓരോ കൾച്ചറിനനുസരിച്ചാണ്, ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ച് അവരുടെ കൾച്ചറിനനുസരിച്ച് മാറും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് ബോഡി ലാംഗ്വേജിൻ്റെ ഫണ്ടമെന്റൽസ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്, ബട്ട് ഇതൊക്കെ ഇതിൻ്റെ ഡീറ്റെയിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, പല കാര്യങ്ങളും നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഇതൊക്കെ വേണം ഒരു പേഴ്സൺ ഒരു സെല്ലിങ്ങിൽ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം, ഇന്ന് നമുക്കൊരു വ്യക്തത കിട്ടും. ഡ്യൂറിങ് ലക്ഷറി ഗുഡ്സ് സെയിൽ ദ റെപ്രസെൻറ്റേറ്റീവ് മെയിൻറ്റെയിൻസ് ഐ കോണ്ടാക്ട്. എന്താടാ, ഒരു ലക്ഷറി ഗുഡ്സ് സെയിൽ ചെയ്യാണ്. ഓക്കെ, സംതിങ് ലൈക്ക് ഒരു ലക്ഷറി പെർഫ്യൂമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സെല്ല് ചെയ്യാന്ന് വിചാരിച്ചോ. ദ റെപ്രസെൻറ്റേറ്റീവ് മെയിൻറ്റെയിൻസ് ഐ കോണ്ടാക്ട്. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യണം, ഒരു ഐ കോണ്ടാക്ട് നല്ല രീതിയിൽ ഐ കോണ്ടാക്ട് എടുക്കും യെസ് എന്നുള്ള രൂപത്തിൽ. അൺക്രോസ്ഡ് ആംസ്, നമ്മളിങ്ങനെ ആംസ് ക്രോസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും നമ്മളെന്തോ ഒരു ഡിഫെൻസീവ് പൊസിഷനിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യില്ലേ, അതുപോലെ അൺക്രോസ്ഡ് ആയിട്ട് അവരെന്ത് ചെയ്യും, ഭയങ്കര ഒരു വിനയത്തോടു കൂടി അവർ നിൽക്കുന്നുണ്ടാവും. ആൻഡ് കീപ്സ് എ കംഫർട്ടബിൾ ഡിസ്റ്റൻസ് ടു മേക്ക് ദ കസ്റ്റമർ ഫീൽ റെസ്പെക്റ്റഡ് ആൻഡ് അറ്റ് ഈസ്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുറഞ്ഞൊരു സ്പേസ് കൊടുക്കും, കംഫർട്ടബിൾ സ്പേസ് കൊടുക്കും. യെസ്
എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു സ്പേസ് കൊടുക്കും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവർക്കും തോന്നും അവരെ റെസ്പെക്ട് ചെയ്യുന്നതെന്ന് തോന്നും. അതുപോലെ തന്നെ അവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറെ കൂടി ഈസി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. സോ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് വൺ ആണ് ഫോളോ അപ്പ് കോൾസ്. നമ്മൾ സെയിൽസ് നടത്തിയതിനൊക്കെ ശേഷം എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്യും. നമ്മൾ അതിനെക്കുറിച്ച് അവർ ഫോളോ അപ്പ് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കും, അവരോട് പല കാര്യങ്ങൾ ചോദിക്കും. ഇതിനൊക്കെ എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യാം, എങ്ങനെ നമുക്കൊരു ലെറ്റർ എഴുതാം, എങ്ങനെ ഒരു മെയിൽ എഴുതാം, എങ്ങനെ ഒരു SMS നല്ല വൃത്തിക്ക് അയക്കാം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഫോളോ അപ്പ് കോൾസ് ആണ്. നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അതായത് സെയിൽസ് നടന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ വിളിക്കുന്നത്, കൺഫേം സാറ്റിസ്ഫാക്ഷൻ. അവരെ സാറ്റിസ്ഫാക്ഷൻ ഒന്നുകൂടി കൺഫേം ചെയ്യുക. അവർ വാങ്ങിയപ്പോൾ വെറുതെ അബദ്ധവശാൽ വാങ്ങിയതാണോ ശരിക്കും അവർ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്, അവരെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുക, നമ്മളൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. അഡ്രസ് ഇഷ്യൂസ്, അവർ വാങ്ങിയതിന് ശേഷം അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അതായത് നമ്മളത് കേൾക്കുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം എന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നു, അവരെ കെയർ ചെയ്യുന്ന പോലെ അവരെ ഫീൽ ചെയ്യുന്നു. നോർച്ചർ റിലേഷൻഷിപ്പ് എന്താണ്, അവരും നമ്മളുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി ഊഷ്മളമാക്കുന്നു എന്ന് പറഞ്ഞത്. ആസ്ക് ഫോർ റെഫറൽസ് എന്ത് ചെയ്യുന്നു, അവരുമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ നല്ലൊരു ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവരോട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വേണ്ടതുണ്ടോ എന്ന് അവരോട് ചോദിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം. അങ്ങനെ അത് ത്രൂ നമുക്ക് ബിസിനസ് വരാം എന്നുള്ളതാണ്. പല ബിസിനസ്സുകളിലും റെഫറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ബെസ്റ്റ് പ്രാക്ടീസ്, എങ്ങനെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ബി ടൈംലി. ചില ആളുകൾ, നമ്മളൊരു ക്ലയൻറ്റ് ചെല്ലുന്ന സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യും, ഈവനിങ്ങിൽ വിളിച്ചവർ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ നൈറ്റിൽ വിളിച്ചവർ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ ഏർലി മോർണിംഗിൽ വിളിച്ചവർ ഫ്രീ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവർ അവൈലബിൾ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് കോൾസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു ടൈമിൽ വിളിക്കാം, അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് സെക്കൻഡ് വൺ ആണ് പ്രിപ്പയർ എ പേർപ്പസ് ആൻഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അവർക്ക് തോന്നരുത് എന്ത്, നമ്മൾ ഇവരിങ്ങനെ വെറുതെ എന്താ പറയുക, ഒരു ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്തതാണ്, വെറുതെ വിളിക്കുന്നതെന്ന് അവർക്ക് തോന്നരുത്. അങ്ങനെ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തിനാണ് നമ്മൾ വിളിക്കുന്നത് എന്നുള്ളൊരു പേർപ്പസ് നമുക്ക് ഉണ്ടാവണം. അങ്ങനെ പേർപ്പസ് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും വേണം. ആൻഡ് ഫോർത്ത് വൺ, ആരും വെറുതെ സമയം കളയാൻ ആരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ആൻഡ് തേർഡ് വൺ ആണ് ലിസൺ ആൻഡ് ഡോക്യുമെന്റ് ഫീഡ്ബാക്ക്. അവരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും പറയും, ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ പല സജഷൻസ് കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ലിസൺ ചെയ്യുക, അതൊക്കെ ഡോക്യുമെന്റ് ചെയ്തൊക്കെ വീണ്ടും പല റെഫറൻസിന് നമുക്ക് നമ്മളെ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ സർവീസിലൊക്കെ പല എന്താ പറയുക കസ്റ്റമൈസേഷൻ ഒക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ല പല മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ വിൽ ബി ഏബിൾ ടു യൂസ് ദാറ്റ്, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് വിത്തിൻ എ വീക്ക് ഓഫ് സെയിൽ ദ റെപ്പ് കോൾസ് ടു ചെക്ക് ഇഫ് ദി പ്രോഡക്റ്റ് ഈസ് മീറ്റിംഗ് എക്സ്പെക്ടേഷൻസ് ആൻഡ് ഓഫർ ഫർദർ അസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞത്. എന്താടാ, ഒരു സെയിൽസ് നടന്ന ഒരു വീക്കിന് ശേഷം എന്ത് ചെയ്യാണ്, ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യണം, ചെക്ക് ഇഫ് ദ പ്രോഡക്റ്റ് ഈസ് മീറ്റിംഗ് ദ എക്സ്പെക്ടേഷൻ. അതായത് ആ വാങ്ങിയ സാധനം അവർ വിചാരിച്ച പോലെ ആയിരുന്നോ, അവർ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ, എന്തെങ്കിലും ഫെർദർ അസിസ്റ്റൻസ് വേണോ, നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ അവർ വിളിച്ച് ചോദിക്കുന്നത് പോലെ എന്നുള്ളതാണ്. ഫോളോ അപ്പ് കോൾസിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് വൺ ആണ് റൈറ്റിംഗ് എഫക്റ്റീവ് സെയിൽസ് ലെറ്റർ ആൻഡ് ഇമെയിൽസ് എന്നുള്ളത്. നമ്മൾ സെയിൽസിന് വേണ്ടി നമ്മളൊരാളെ സമീപിക്കുകയാണ്, നമ്മൾ മെയിൽ അയക്കേണ്ടി വരും അല്ലേ. ബിസിനസ്സിലൊക്കെ നമ്മൾ നോർമലി മെയിൽസ് യൂസ് ചെയ്യും, ലെറ്റേഴ്സ് യൂസ് ചെയ്യും എന്നുള്ളതൊക്കെ. മോസ്റ്റ്ലി ഇപ്പോൾ മെയിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നോക്കാം എന്തൊക്കെയാണ് അതിന് വേണ്ടത്. ക്ലിയർ സബ്ജക്ട് ലൈൻ ആൻഡ് പേർപ്പസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ബിസിനസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കര ചെറിയ കാര്യങ്ങളാണ്, ബട്ട് ലിറ്ററലി വെരി ഇമ്പോർട്ടൻറ്റ്. സബ്ജക്ട് ലൈൻ എന്നുള്ളത് നമുക്കറിയാം, ഒരു മെയിൽ അയക്കുന്ന സമയത്തൊക്കെ എന്തുണ്ടാവും, സബ്ജക്ട് ലൈൻ ഉണ്ടാവും, പിന്നെ നമ്മൾ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എഴുതുന്ന സബ്ജക്ട് ലൈനിൽ എന്ത് വേണം, ക്ലിയർ ആയിരിക്കണം. നമ്മൾ എന്താണ് ആ മെയിൽ ഉദ്ദേശിച്ചത് എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. എന്ത് കണ്ടന്റ് എന്നുള്ളത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ കണ്ടന്റ് വളരെ പേർപ്പസ്ഫുൾ ആയിരിക്കണം എന്നുള്ളത്. സെക്കൻഡ് വൺ ആണ് പേഴ്സണലൈസ്ഡ് ഗ്രീറ്റിംഗ്. നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ ഹായ് ഗുഡ് മോർണിംഗ് ഹലോ അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സണലൈസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു പേഴ്സണലൈസ്ഡ് ഗ്രീറ്റിംഗ് നമ്മൾ അയക്കുക. ആൻഡ് തേർഡ് വൺ ആണ് എന്ത്, കൺസൈസ് വാല്യൂ പ്രപ്പോസിഷൻ. അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ എന്ത് ഓഫർ ചെയ്യുന്നതല്ല, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും എന്നുള്ള കൺസൈസ് ആയിട്ടുള്ള നമ്മൾ എന്ത് വാല്യൂ അവർക്ക് കൊടുക്കും എന്നുള്ളത് നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് അത് കൺവേ ചെയ്യാൻ പറ്റണം. നമ്മളെ മെയിലിനോ നമ്മളെ ലെറ്റേഴ്സിനോ. വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ ദി കസ്റ്റമർ, അവർക്ക് എന്താണ് അതിൽ നിന്നുള്ളത് എന്നുള്ളത് കൺവേ ചെയ്യാൻ പറ്റണം. ഫോർത്ത് വൺ സ്ട്രോങ് കോൾ ടു ആക്ഷൻ. നമ്മൾ കുറേ കഥ പറഞ്ഞു, നമ്മൾ കുറേ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു, അതൊന്നും അല്ലല്ലോ. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യണം, ഒരു കോൾ ടു ആക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, അവർക്ക് ഇഷ്ടപ്പെട്ടു നമ്മളൊരു കോൺടാക്ട് ഒന്നും കൊടുത്തിട്ടില്ല, അവരെങ്ങനെ കോൺടാക്ട് ചെയ്യും, എങ്ങനെ സെയിൽസ് വരും. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ആക്ഷൻ പ്ലാൻ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ആൻഡ് ഫിഫ്ത്ത് വൺ ആണ് പ്രൊഫഷണൽ ക്ലോസിംഗ് ആൻഡ് സിഗ്നേച്ചർ. ഇപ്പോൾ നമ്മൾ ഒരു മെയിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെയിലിൻ്റെ ലാസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അത് പ്രൊഫഷണലായ രീതിയിൽ എന്ത് ചെയ്യും, സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം,
നമ്മൾ നമ്മളെ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്ന പോലെ നമുക്ക് അയക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം പ്രൊഫഷണലായ രൂപത്തിൽ. ഇതിലിപ്പോൾ നമുക്കൊരു എന്താ പറയുക, മെയിൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നോട്ടിൽ, ഡീറ്റെയിൽ ആയ നോട്ടിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരു സാമ്പിൾ മെയിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എക്സാമ്പിൾ ഇമെയിൽ, മൈ ഡിയർ റാവു, മെനി താങ്ക്സ് ഫോർ യുവർ ഇൻട്രസ്റ്റ്, ഫോളോ ബൈ ബെനിഫിറ്റ് അതർ ആൻഡ് കോൺടാക്ട് എന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. റെഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചാൾസ് ഫ്യൂട്രലിൻ്റെ 4 സ്ട്രക്ചർ ആൻഡ് ലാംഗ്വേജ് സജഷൻസ്. ഈ ചാൾസ് ഫ്യൂട്രൽ പല ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ലാംഗ്വേജിനെ കുറിച്ച് അല്ലെങ്കിൽ മെയിൽ എഴുതുന്നതിനെ കുറിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ചെക്ക് ചെയ്യുക. അതിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചെക്ക് ചെയ്യാം. സോ വിൽ ബി ഏബിൾ ടു ഗെറ്റ് മോർ ഐഡിയ റിഗാർഡിങ് ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. സോ നെക്സ്റ്റ് ആണ് SMS ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് SMS അയക്കാം എന്നുള്ളത്. കീപ് ഇറ്റ് ഷോർട്ട്, കുറേ പറയാതെ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ പക്ക ഷോർട്ടായിട്ട് നമ്മൾ പറയാം. കീ മെസ്സേജസ് ഇൻ 1 or 2 lines, 1-2 വരികളിലൊക്കെ എന്ത് ചെയ്യുക, കാര്യം എന്താണ് പറയുന്നത് അത് പറയാം. പേഴ്സണലൈസേഷൻ, യൂസ് റെസിപ്പിയൻസ് നെയിം, റെഫറൻസ്, പാസ്റ്റ് ഇൻട്രാക്ഷൻ എന്നുള്ളത്. അതായത് നമ്മളൊരു മെയിൽ അയക്കുമ്പോൾ നേരത്തെ മുമ്പ് നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി അഡ്രസ്സ് ചെയ്യുക. അങ്ങനെ പേഴ്സണലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറേ വെറുതെ നമ്മളൊരു 10 ആളുകൾക്ക് ഒരുമിച്ച് മെസ്സേജ് അയച്ചാൽ നമുക്ക് വിചാരിക്കാമല്ലോ, അങ്ങനെ ചെയ്യുന്നുമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവരുമായിട്ട് പേഴ്സണലൈസ് ചെയ്ത് നമ്മൾ മെസ്സേജ് അയക്കുന്നു, SMS അയക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നണം. ആൻഡ് തേർഡ് വൺ, കോൾ ടു ആക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്താണ് ഇത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പക്ക കൺവേ ചെയ്യണം. റിപ്ലൈ യെസ് ഫോർ എ ഡെമോ ഓൺ ദ തേഴ്സ്ഡേ. ഈ ഡെമോക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ് നിങ്ങൾ റിപ്ലൈ അയക്കുക, അല്ലെങ്കിൽ നോ എന്നൊക്കെ റിപ്ലൈ അയക്കുക നമ്മൾ പറയും. സോ എക്സാമ്പിൾ, ഹായ് മീന, യു ഓർഡർ ഹാസ് ഷിപ്പ്, ഹാവ് ക്വസ്റ്റ്യൻസ്, കോൾ അസ് ഇറ്റ്. നമ്മൾ ജസ്റ്റ് നമുക്കറിയാം എന്താണെന്നുള്ളത്. നിങ്ങൾ ഓർഡർ ഷിപ്പ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ എന്നതാണ് നമ്മൾ പറഞ്ഞത്. സോ 3rd മൊഡ്യൂളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു ഫോർ യുവർ ടൈം.